മാന്യതയുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം അവസാനിപ്പിക്കണം. കാരണം ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുക? മാധ്യമങ്ങൾ ഞങ്ങളുടെ മുന്നണിക്കകത്ത് എന്തോ ഒരു വലിയ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം കുറേ ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് നടത്തിക്കോളേൻ. ഞങ്ങൾ നല്ല ഐക്യത്തിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങളെ നിങ്ങൾ ബാക്കിൽ നിന്നിങ്ങനെ വിടാതെ പിന്തുടർന്ന് പരിശോധിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം. പക്ഷേ ഇത് മറ്റേ മുന്നണ്ട് പിന്നാലെ ഒന്ന് പോവുക, BJPയുടെയും UDFൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് വളരെ കൃത്യമായിട്ടും അറിയും. അപ്പോൾ ആ മുന്നണിയുടെയും BJPയുടെയും പിറകെ പോകാതെ LDFൽ എവിടെയൊക്കെയാണ് അഭിപ്രായ ഭിന്നതകൾ എന്ന് ഇങ്ങനെ മാധ്യമങ്ങൾ ബോധപൂർവം പിന്തുടർന്ന് ഞങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായ ഭിന്നതയെ പർവ്വതീകരിച്ച് വലിയ പ്രചാരവേല നടത്തുന്നത് നിങ്ങൾക്കെല്ലാം കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയത്തെ നന്നായി ഇവിടെ പ്രൊമോട്ട് ചെയ്യാനുള്ള താല്പര്യമാണ് അതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാ കഥകളാക്കി ഈ നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മെനക്കെടുന്നത്. അത് മാന്യതയുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം അവസാനിപ്പിക്കണം. കാരണം ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഇല്ലാത്ത പ്രശ്നം എങ്ങനെയാണ് ഉണ്ട് എന്ന് വരുത്തി തീർക്കുക? ഞങ്ങളുടെ മനസ്സിൽ പോലും അറിയാത്തത്, ഞങ്ങളിരിക്കുന്ന LDF യോഗത്തിൽ പോലും ചർച്ച ചെയ്യാത്തൊരു വിഷയം ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഇന്ന ആൾ പങ്കെടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അയാളുടെ പേര് പോലും ഞങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, എന്ത് രീതിയാണ് നിങ്ങളുടെയൊക്കെ? നിങ്ങൾ ചില കാര്യങ്ങൾ വസ്തുത മനസ്സിലാക്കി ചോദിക്കൂ. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ രാമകൃഷ്ണനുമായുള്ള പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിനുള്ള മറുപടി ഇപ്പം തന്നെ പറയും. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും CPMൻ്റെ ഒരു നേതാവിൻ്റെ ഭാഗത്തുനിന്നും വരാൻ പാടില്ലാത്തതുള്ളതാണ്. ഒന്നാമത് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് വളരെ നന്നായി ജാഗ്രതയോടുകൂടി പെരുമാറേണ്ടവരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ. അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ. അതിന് പകരം എന്തിനാണ് നിങ്ങൾ ഇല്ലാ കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കുന്നത്? എന്താ അതിൻ്റെ ആവശ്യം? ഇപ്പോൾ ഈ പല സ്ഥലത്തും CPI ഒറ്റയ്ക്ക് മത്സരിക്കും, അതായത് LDFന്റെ ഭാഗമല്ലാതെ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചർച്ച നടത്തി അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ അവരെ പിൻവലിക്കുന്നതാണ് എന്തെങ്കിലും ധാരണയിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചിറ്റൂർ നഗരസഭ ഉൾപ്പെടെ. അതായത് ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലുകാരൻ നമ്മുടെ ഇക്ബാലിൻ്റെ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞു, വീണ്ടും നമ്മുടെ മീഡിയ വണ്ണം ആവർത്തിച്ചു. അത് ഇന്നേ ഉള്ളൂ. ഇന്ന് രാവിലെ CPIൻ്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത്. അതെങ്കിൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഞങ്ങൾ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് വിശ്വാസമില്ലായ്മ കാണിക്കണം? ഞങ്ങളുടെ മുന്നണിയടിയല്ലേ തീരുമാനം. അതിന് വിരുദ്ധമായി ഇനി തുടർന്ന് പോവുകയാണെങ്കിൽ ഞാനത് പറഞ്ഞല്ലോ, മണ്ണൂരും ഞങ്ങൾ അവസാന നിമിഷം വരെ പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള താല്പര്യമാണ് CPMൻ്റെ നേതൃത്വം എന്ന നിലയ്ക്ക് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഇനിയും തുടരും. മണ്ണൂർ ഞങ്ങൾ കഴിഞ്ഞ തവണയും മത്സരിച്ചു എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കഴിഞ്ഞ തവണയും മത്സരിച്ചു ഞങ്ങൾ. എന്നാൽ ഇത്തവണ ഞങ്ങൾ അതിന് അങ്ങനെ ഒരു താല്പര്യമില്ല. തമ്മി മത്സരിക്കണമെന്നുള്ള താല്പര്യമല്ല. CPIയുടെ ജില്ലാ നേതൃത്വത്തിനും CPMൻ്റെ ജില്ലാ നേതൃത്വത്തിനും ഞങ്ങളുടെ അവിടെയുള്ള ഏരിയ നേതൃത്വങ്ങൾക്കും രണ്ട് പാർട്ടിയുടെ ഏരിയ നേതൃത്വങ്ങൾക്കും ചില വ്യക്തി താല്പര്യത്തിൻ്റെ പുറത്ത് ചില വ്യക്തികൾ ചില പിടിവാശിയിൽ നിൽക്കുന്നുണ്ട്. ആ പിടിവാശി കൂടി അയവ് വരുത്തി ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെയും ഞങ്ങൾ യോജിച്ച് തന്നെ പോകണമെന്നതാണ് ഞങ്ങളുടെ രണ്ട് പാർട്ടിയുടെയും ജില്ലാ നേതൃത്വത്തിൻ്റെ താല്പര്യം, ഏരിയ നേതൃത്വത്തിൻ്റെ താല്പര്യം.